നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറയേ. അതോ ചർച്ചക്ക് വന്ന ആൾക്കാർ പോരാന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണത്ര ആൾക്കാരെയും കൊണ്ട് ഞാൻ വരാം. എന്നെക്കാളും പൗറും പത്രാസും ഉള്ള ആൾക്കാർ വേറെയുണ്ട് നാട്ടിലേ. അതൊന്നും അല്ല ആചാര്യ. പിന്നെ എന്താണ്? എനിക്ക് വളച്ചു കെട്ടി സംസാരിക്കാൻ അറിയില്ല. അതുകൊണ്ടാ നേരിട്ട് ഈ വിഷയം സംസാരിക്കാൻ ഞാൻ തന്നെ വന്നത്. പാവപ്പെട്ട ഒരു പെൺകുട്ടിക്കും വേണ്ടി എത്ര താന്നു നിൽക്കാനും ഞാൻ തയ്യാറാ. അതിനിപ്പോ ആചാര്യ ഇത് കേസ് വേറെ ആയി പോയില്ലേ? അത് ഞാൻ വിശ്വസിക്കൂല കാതറേ. ഞാന് എന്നല്ല, ഞങ്ങളെ നാട്ടിലുള്ള ആരും അത് വിശ്വസിക്കൂല. കാരണം ആ വീട്ടുകാരെ പറ്റി ഞങ്ങൾക്ക് നല്ലോണം അറിയാം. മുന്താസിന് പണ്ടം കുറഞ്ഞു പോയി എന്നുള്ള വിചാരമാണെങ്കിൽ കടം വാങ്ങിയിട്ടാണെങ്കിലും ശരി, നിങ്ങൾ ചോദിക്കണ തരാൻ ഞാൻ തയ്യാറാ. അതിനിങ്ങനെ ഒരു നാടകങ്ങളിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. രണ്ടാലൊരു തീരുമാനം എനിക്ക് ഇപ്പൊ അറിയണം, എന്നിട്ടേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ. നിങ്ങൾ ഇവിടെ ഇരിക്കി, ഞാൻ ഇപ്പൊ വരാം. ഈ കേട്ടില്ലേ ആചാര്യ പറഞ്ഞത്? കേട്ട്. എന്നാല് ഞമ്മള് വിട്ടുവീഴ്ച ചെയ്ത് ഓളങ്ങോട്ട് കൊണ്ടുവരിക. പണ്ടും പൊന്നും കുറഞ്ഞു പോയി എന്നുള്ളതാണല്ലോ പണ്ടേ എന്റെ പരാതി. അത് എത്ര വേണമെങ്കിലും തരാൻ ഓല് തയ്യാറാ. എന്നാലും ഒരു കുട്ടിന്റെ ജീവിതം ഞമ്മളായിട്ട് നശിപ്പിക്കണ്ട. എന്തേ ഇങ്ങള് തൽക്കാലം ആചാര പറഞ്ഞേക്കാൻ നോക്കി. നാളെയോ മറ്റന്നാളോ വിവരം അങ്ങോട്ട് അറിയിക്കാന്ന് പറഞ്ഞേക്കി. ഞങ്ങൾ ഒന്നുകൂടി ആലോചിക്കട്ടെ അയ്യാരി. നാളെ മറ്റന്നാളോ വീരാട്ടോ അറിയിക്കാം. ആയിക്കോട്ടെ. പക്ഷെ അറിയിക്കണ വിവരം ആ കുട്ടിക്ക് അനുകൂലമായിരിക്കണം. അല്ല, എനിക്കറിയാഞ്ഞിട്ട് ചോദിക്കാ, ഇങ്ങക്ക് എന്താ ഒരു ഇളക്കോ? ന്യായക്കേടിന് കൂട്ടിക്കാൻ പറ്റാത്തോണ്ട് തന്നെ കുറച്ചുകൂടി പണം കിട്ടിയ അന്റെ പ്രശ്നം തീരൂലും വയ്യ. പണ്ടം കിട്ടിയ ഞമ്മക്കുണ്ടായ ചീത്തപ്പേര് മാറുവോ? ഇനി ഓളം കൂടെ കൊണ്ടുവന്നാ തന്നെ സുൽഫിക്കർ പിന്നെയും വരില്ലെന്ന് എന്താത്ര ഉറപ്പ്? ചിലക്കാതെ പോച്ചെത്താനകത്ത് ഇങ്ങക്കൊന്നല്ലേ കേക്കേണ്ടത്, എനിക്കിനി ഇതില് ഭർത്താനല്ല. ഫാസില് ലീവിന് നാട്ടിക്ക് വരുന്നതിന് മുമ്പ് മുംതാസിന്റെ മൊയ്യല്ലേ കത്ത് ഓളെ കയ്യിൽ കിട്ടു. ഇനി അതല്ല, മരോളെ കൊണ്ടുവരണമെന്നാണ് നിങ്ങളെ പൂതിയെങ്കിലേ നിങ്ങക്ക് പിന്നെ ഓള് മതിയാവും. ഉമ്മയാനെ പിന്നെ ഇവിടെ കാണൂല. എന്നെയും കാണൂല. ആ, ഞാൻ ഇന്നെ ഓനക്ക് കത്തയക്കാൻ പോവുക. അതിൽ ഇടപെടങ്ങൾ വരരുത്. ആ